എന്നതാ റോയിച്ചിന്റെ ഉദ്ദേശം? അന്ന് രാജേട്ടനോടൊപ്പം കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ, പിന്നെ അത് തന്നെ ആവർത്തിക്കാന്ന് വെച്ചാ? നീ അതിനെത്ര ചൂടാകുന്നെന്തിനാ? അയാളെന്താ കൊച്ചു കുട്ടിയെ പറ്റുവാന്നു? ഇതുവരെ കുടിക്കാതിരുന്ന ആളാ ഇപ്പൊ റോയിച്ച് നിർബന്ധിച്ച് അയാളെ കുടിപ്പിക്കുന്നത്. എനിക്ക് കാണാൻ മേല ശ്രീദേവിയുടെ സങ്കടവും കരച്ചിലും. ഇവിടെ മാത്രം കേട്ടാ മതി. എല്ലാരും കേക്കട്ടെ, ഞാൻ പറയും. ഇവിടുന്ന് താമസം മാറുന്ന നല്ലത്. നമ്മൾ കാരണം അവരെ തമ്മിൽ പിണങ്ങാൻ പാടില്ല. നിന്നോടാ പറഞ്ഞു നിർത്താൻ. ഇനി ഇവിടെ സംസാരിക്കണ്ട, ഇറങ്ങും. എങ്ങോട്ടാ? ഓ, ഇനി പോകുന്ന സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളായിരിക്കും. വരാൻ. എന്നതാ കുഞ്ഞെ, എങ്ങോട്ടാ? കേറിയാട്ടെ. എന്താ കത്രം ചേർത്തി? രണ്ടും കൂടെ പിണങ്ങിയോ? ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. രണ്ടുപേരും കൂടിയുള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഇനി അവിടെയാ. നിങ്ങളുടെ കല്യാണം കൊണ്ടൊന്നും പറയാതിരിക്കുക. നീയും കിടന്ന് തുള്ളണ്ട, നീയും തെറ്റിപ്പോ. നിങ്ങളാരാ കത്രീന പുണ്യാളത്തിയോ പ്രവചിക്കാൻ? ഒന്ന് പോതല്ലേ. നിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലോ കേട്ടോ. എന്താ അമ്മയ്ക്ക് വിളിച്ചാല്? സാർദാറിന് വരച്ചു വരെ നിർത്തിയോളാ ഈ കത്രീന. വരച്ചത് വരച്ചു കാണണോ? വേണ്ട വേണ്ട. അറിയണോ? എന്റെ ഗുരുവായൂരപ്പാ, ഇത് ചാകത്തുമില്ലേ? ഒരു റൂം വേണം. AC വേണോ നോൺ AC വേണോ? AC തന്നെ ആയിക്കോട്ടെ. 1 മണിക്കൂറത്തേക്ക് മതി. ശരി സാർ. സാർ വൈഫാണ്ട് ഇവിടെ താമസിക്കുന്നത്? വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നു കാണും. ഹണിമൂൺ ടൈമല്ലേ, ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കും. ഇനി പറഞ്ഞു. ഇതിനാന്ന് ഹോട്ടലിൽ റൂം എടുത്തേ? ഇവിടെ ആവുമ്പോ നിന്റെ പ്രസംഗം ആരും കേൾക്കില്ലല്ലോ. എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പറയുന്നതിന് റോയിച്ചിന് കുറ്റം. റോയിച്ചൻ കാണിക്കുന്നതിനൊന്നുമില്ല. അടുത്തടുത്ത് വീട് താമസിക്കുമ്പോഴേ ആദ്യം ഡിസിപ്ലിൻ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പഠിക്കണം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്നാ ചെയ്യുന്ന നീ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറിയോ? എടീ, കുടിക്കാത്തവൻ എത്ര നിർബന്ധിച്ചാലും കുടിക്കുകയല്ല. ഞാൻ കുടിക്കുന്നതിലല്ല പ്രശ്നം, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് കുടിക്കുന്നതില്ല പ്രശ്നം. അതന്നെ റോയിച്ചൻ എങ്ങനെ പറയുന്നേ? അത് ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നീ എന്തുദ്ദേശിച്ചാണ് നീ പറഞ്ഞത്? എനിക്കറിയാം. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേൾക്കണം. രണ്ട് ഐസ്ക്രീം. യെസ് സർ. ഇനി ഈ കാര്യം പറഞ്ഞ് നമ്മൾ അമ്മ വഴക്കിടരുത്. റോയിച്ച് ഇനി അയാളെ കുടിപ്പിക്കരുത് പ്ലീസ്. ഇല്ല, ഞാൻ ഇനി അയാളെ വിളിക്കാൻ പോവുകയല്ല. പക്ഷെ അയാൾ എന്നെ നിർബന്ധിക്കരുത്. അതുണ്ടാവാൻ പോകുന്നില്ല. എഗ്രീഡ്? എഗ്രീഡ്. അയാള് കുടിക്കുകയില്ലെന്ന് എന്നാ ഉറപ്പല്ല നീ എഗ്രി ചെയ്യുന്നത്? ഞാൻ ശ്രീദേവി കൊണ്ട് പറയിപ്പിക്കാന്നേ. അല്ല, വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ? അവന്മാർ എന്നാ വിചാരിച്ചാണ്? ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തത്? റോയിച്ചാ ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്.
മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചനുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ ആം ഫ്രം കോട്ടയം. ആ, കയറിയിരിക്കും, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? ആ, നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? ഫാൻ ഇടാം. എങ്ങനെ എ സി ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. റോയിച്ചാ, ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ. ആ. കുവൈത്തിലായിരുന്നു, അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ ആം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. സാർ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണാണിത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. ഞങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഡ്രൈവർ ആണല്ലേ? പുവർ മാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഹസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആന്റി വരട്ടെ? എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അച്ഛൻ വിളിക്കുന്നത് ടിപ്പുന്റെ വാളെന്നാ. കലക്കി.